കേരളത്തിലെ ഈ പ്രതിപക്ഷം തികഞ്ഞ പരാജയമാണ് സർ. ഭയവും ആത്മവിശ്വാസക്കുറവും കൊണ്ടാണ് രാവിലെ എല്ലാവരും കൂടി ചേർന്ന് വെല്ലിലിറങ്ങിയിരിക്കുന്നത്. സർ, കഴിഞ്ഞ UDF ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു താരതമ്യം പല കാര്യങ്ങളിലും ഇപ്പോൾ വന്നു. അന്ന് പറഞ്ഞതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്സുകൾ ഇന്ന് വന്നു. ആര്യാട് മുഹമ്മദ് സാർ അടക്കം പറഞ്ഞത് നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ടാവും. നുണ പറയാൻ പറ്റില്ലല്ലോ വീഡിയോയ്ക്ക്. അതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി രാവിലെ ഈ സഭയെ നേരിടാനുള്ള ഭയം കാരണം ഇറങ്ങി ഈ വെല്ലിലിരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ GST നിരക്ക് 2 സ്ലാബുകളായി നിജപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം എന്തൊക്കെയാണ്? സാർ, GST നിരക്കിനകത്ത് നേരത്തെ 4, 5, 12, 18, 28 എന്ന 4 ടേബിൾ ഉണ്ടായിരുന്നു സാർ. ആ 4 ടേബിളിൽ അത് മാറ്റി 28 എന്നുള്ളത് 18 ആക്കി, 12 ആക്കി. ഇങ്ങനെ റേറ്റ് വ്യത്യാസം വരുത്തി വലിയ തോതിൽ വന്നു. ഇതാണ് സാർ ആ റേറ്റ് വ്യത്യാസം വന്നു. വലിയ ടാക്സ് ഉണ്ടായിരുന്ന ലക്ഷറി ഐറ്റങ്ങൾക്കൊക്കെ ടാക്സ് കുറച്ചു. ആ ടാക്സ് കുറച്ചതിൻ്റെ ഭാഗമായിട്ട് ലക്ഷറി ഐറ്റങ്ങളിൽ നിന്ന് കൂടുതൽ കിട്ടുന്ന ടാക്സ് കിട്ടുന്ന സ്ഥിതി വന്നില്ല സാർ. ഇങ്ങനെയാണ് 2 ഗഡുക്കളായിട്ട് അവർ കൊണ്ടുവന്നത്. അതുകൊണ്ട് നല്ല വരുമാന നഷ്ടമാണ് സാർ. സാർ, ഈ പല കാര്യങ്ങളും ഇവർ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇന്ന് വന്നൊരു വിവരം കൂടി പറയാം സാർ. സാർ, ഇന്ന് ഈ കരുവന്നൂർ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. വലിയ കോലാഹലമായിരുന്നല്ലോ. അവിടെ തെറ്റ് കാണിച്ചവരുടെ പേര് നടപടിയെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞു, ശക്തിപ്പെടുത്തി പറഞ്ഞു. അവിടെ കോൺഗ്രസ് മത്സരിച്ചില്ല. എന്നാണ് വിവരം. കോൺഗ്രസ് അവിടെ മത്സരിച്ചില്ലല്ലോ. കോൺഗ്രസ് BJP വോട്ട് ചെയ്തു. നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് ലജ്ജയുണ്ടോ? സാർ, അവിടെ കോൺഗ്രസ് മത്സരിച്ചില്ല. ആ വോട്ട് ഇവിടെ ലീഗിന് ചെയ്തു. പക്ഷെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷം ജയിച്ചു. ആ കരുവന്നൂരിലെ കുറ്റം കാണാതെ നടപടിയെടുത്തു. അവിടെ പണമെല്ലാം കൊടുത്തു. അതുകൊണ്ട് ലജ്ജയില്ലാതെ അവിടെ കോൺഗ്രസും ലീഗും കൂടി BJPക്ക് വോട്ട് ചെയ്തിൽ നിന്ന് ഇതാണല്ലോ സാർ നടക്കുന്നത്. ഈ പ്ലാനാണ് സാർ ഇതെല്ലാം.